ആറ്റുകാൽ അമ്പലത്തിന്റെ വളരെ അടുത്തായി തന്നെ പൊങ്കാലിടാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പള്ളിയുണ്ട്, മണക്കാട് വലിയ പള്ളി. നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെയാണ്. എന്തൊക്കെ സൗകര്യങ്ങളാണ് പൊങ്കാലിടാനെത്തുന്ന സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കുന്നതെന്ന് നമ്മളോട് പള്ളി ഇമാം പറയും. നമ്മൾ എല്ലാ വർഷവും സാധാരണ ചെയ്തു കൊടുക്കുന്നത് പോലുള്ള സൗകര്യങ്ങളാണ് ഈ പ്രാവശ്യവും ജമാഅത്ത് കമ്മിറ്റി ചെയ്തിരിക്കുന്നത്. അവർക്ക് വന്നാൽ അവർക്കുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്ക് കുടിക്കാനുള്ള വെള്ളം, ഭക്തജനങ്ങൾ വരുന്നവർക്കുള്ള വാഹന സൗകര്യം നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വിശാലമായ സൗകര്യം നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലുണ്ട്. അത് അവർക്ക് വാഹനം പാർക്ക് ചെയ്ത് അവരാളുകളെ ഇറക്കിയിട്ട് തിരിച്ച് പൊങ്കാല കഴിഞ്ഞ് പോകുന്നത് വരെയുള്ള പരിപൂർണമായ സുരക്ഷയോടുകൂടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതേപോലെ ഗേറ്റ് ഞങ്ങൾ സാധാരണ അടയ്ക്കുന്നതാണ്. ഇപ്പോൾ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഫ്രണ്ട് ഗേറ്റ് രാത്രി പൂട്ടാറില്ല. കാരണം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവരവിടെയും വിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരികയും പോയി ചെയ്യുന്നതുകൊണ്ട് അത് അവർ 24 മണിക്കൂറും ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. റമദാനുമായി ബന്ധപ്പെട്ട് റമദാനിൻ്റെ ഒരുക്കത്തിലും തിരക്കിലുമാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിശ്വാസികൾ. അതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഇതേപോലെ റമദാനും പൊങ്കാലയും ഒരുമിച്ച് വന്നു. ഈ വർഷവും അതേപോലെയാണ്. അപ്പോൾ അവരിവിടെ നമ്മളിവിടെ വരുമ്പോൾ അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും സാധാരണഗതിയിൽ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെയുള്ള സഹകരണങ്ങൾ ഉണ്ടാവും. പ്രത്യേകമായ ഒരു ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഏത് മതവിശ്വാസികൾക്കും നമ്മുടെ ജമാഅത്ത് തുറന്ന മനസ്സോടുകൂടി അവരെ സ്വീകരിക്കുകയും അവരാവശ്യപ്പെടുന്ന എന്ത് സൗകര്യങ്ങൾ വേണം അത് ചെയ്തു കൊടുക്കാനുള്ള എല്ലാ നിലയ്ക്കുമുള്ള സഹായങ്ങൾ മണക്കാട് വലിയ പള്ളി ജമാഅത്തിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാവും. പഴയതുപോലെ തന്നെ ഇപ്പോഴത്തെ കമ്മിറ്റിയും എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തവരെ സ്വാഗതം ചെയ്തു. പൊങ്കാലിടാനെത്തുന്ന സ്ത്രീകൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മണക്കാട് ജംഗ്ഷനിലുള്ള പള്ളിയാണ് സഹായമാതാ ചർച്ച്. രാത്രി എത്തുന്ന സ്ത്രീകൾക്ക് ഇവിടെ സുരക്ഷിതമായി ഉറങ്ങാനുള്ള സൗകര്യം പള്ളി അധികാരികൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും എല്ലാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാം അടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും അവർക്കുണ്ടാകത്തില്ല. ആവശ്യമുള്ള ഫാനും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് എല്ലാവരും വന്ന് നമ്മുടെ പള്ളിയും സൗകര്യമൊക്കെ ഉപയോഗിക്കുന്നതിൽ. ഈ പ്രദേശത്ത് ധാരാളം അമ്പലങ്ങളുണ്ട്, ധാരാളം ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും എല്ലാം ഉണ്ട്. ഞങ്ങളും അവരോടൊപ്പമാണ്. എല്ലാ വർഷവും 300, 350, 400ഓളം ഭക്തജനങ്ങൾ നമ്മുടെ ഇവിടെ ഹാളിൽ താമസിക്കുകയും അവർക്ക് ആവശ്യമായ കുടിവെള്ളവും മറ്റ് സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കി നൽകാറുണ്ട്. അവരും വളരെ സന്തോഷത്തോടു കൂടെ ഈ സൗകര്യങ്ങൾ വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്.